ഹലോ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് മെയിൻ സ്ഥലത്തേക്കാണ്, അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്കുണ്ട്. വീഡിയോസിലും സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ആയിരിക്കുമോ, വലുതായിരിക്കുമോ, ചെറുതായിരിക്കുമോ, പിന്നെ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. കുറേ ഫിലിംസ് അവിടെ ഷൂട്ട് ചെയ്തതല്ലേ. അപ്പോൾ ഞാനിപ്പോൾ അവിടേക്ക് പോകണമെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കാണാനും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഗൈസ്. എനിക്ക് അവിടെ പോകണം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ മനസ്സിലങ്ങനെയായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം കാണുന്ന പോലെയില്ല, വീഡിയോസിലൊന്നും കാണുന്ന പോലെയില്ല. എന്താ പറയുക, അവിടെ വരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരം മുകളിൽ നിന്ന് ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ നിന്ന് വരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ താഴെ ഇതിനേക്കാളും നന്നായിരിക്കും എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ശരി എന്നാൽ താഴെ പോയി കളയാം എന്ന് പറഞ്ഞിട്ട് താഴെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നടക്കാൻ നല്ല ഉണ്ടായിരുന്നു, നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ വഴിയായിരുന്നു, അത് കുറച്ച് കഷ്ടപ്പെട്ടു. എന്നാലും കുഴപ്പമില്ല. വെള്ളത്തിൻ്റെ അവിടേക്കല്ലേ താഴേക്കല്ലേ പോകുന്നതെന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഈ പൊടിമഴ പറയില്ലേ, ആ സംഭവമായിരുന്നു ഫുള്ളും അവിടെ. കാറ്റ് വരുമ്പോൾ പിന്നെ പറയേ വേണ്ട, നമ്മൾ ഫുള്ളും നനയും. വേറെ ഡ്രസ്സൊന്നും എടുക്കാത്തതുകൊണ്ട് ഞാൻ നനയാനുള്ള പരിപാടിയിൽ നിന്നില്ല. ബാക്കി എല്ലാവരും അത്യാവശ്യം എല്ലാവരും നനഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മടിയായിട്ട് ഞാൻ നനയാതെ നിൽക്കുമായിരുന്നു. പിന്നെ എന്നെ നിർബന്ധിച്ചു. കുറേ പേര് എൻ്റെ കൂടെയുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞു, എന്താ പറയുക, എന്തായാലും വന്നല്ലേ, പോയി കുറച്ച് അടുത്ത് പോയി ഒന്ന് കണ്ടിട്ട് വായോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. മനസ്സോടെയാണെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം നമ്മുടെ സമയപരിമിതി കൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങുന്ന പോലെയല്ല, കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഐസ്ക്രീം കഴിക്കാനായിരുന്നു കേട്ടോ. വെയിറ്റ് ചെയ്തപ്പോൾ ഐസ്ക്രീം കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഐസ്ക്രീം ആസ്വദിച്ച് കഴിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് വാഴച്ചാലിലേക്കായിരുന്നു. വാഴച്ചാലിലും ഇതുപോലെ പുഴയാണ്, പുഴയുടെ ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് ഇതുപോലൊരു വെള്ളച്ചാട്ടവും കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം നിർത്തി കണ്ടു. അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ ആകെ 2 ഹോട്ടലും മറ്റും അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫുഡ് പറഞ്ഞു. പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് മതി വഴിയാണ് വന്നത്. അപ്പോൾ അതുപോലെ വെള്ളച്ചാട്ടവും കണ്ടു കേട്ടോ. അടുത്തത് പിന്നെ ഞങ്ങൾ പോകുന്നത് ബീച്ചിലേക്കാണ് കേട്ടോ. ബീച്ചിലേക്ക് പോകുന്ന വഴി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട് നിന്നു കേട്ടോ. അപ്പോൾ കയ്യിലുള്ള സ്നാക്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിച്ചു. പിന്നെ ബീച്ചെത്തിയപ്പോൾ പിന്നെ വെള്ളത്തിലേക്ക് ആർമാദിക്കലായിരുന്നു ഞങ്ങൾ എല്ലാവരും. എന്തായാലും അവിടെ നിന്ന് നന്നിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വെള്ളത്തിലൊന്നും നോക്കിയില്ല, കുറേ നേരം കളിച്ചു അവിടെ. പിന്നെ ഇരുട്ടായപ്പോഴാണ് ഞങ്ങൾ കയറിയത്. പോകുന്ന വഴിക്ക് രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ നിർത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.